ഭാര്യ ഭർത്താക്കന്മാർ ആത്മാവിലൊന്നാകട്ടെ. Let the Holy Spirit bring unity between husband and wife. ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ മെയിൻ മിനിസ്ട്രി കുടുംബജീവിതത്തെ പണിതെടുക്കുക എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് നിന്നാലേ ഒരു കുടുംബമാകത്തുള്ളൂ. ആ ഒരു കൊടയുടെ കീഴിലാണ് മക്കൾ വളരേണ്ടത്. ഇപ്പോഴത്തെ പ്രവണത, വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഈ അടുത്ത ദിവസം ആരോട് പറഞ്ഞു, 6 മാസത്തിനകം ഒത്തിരി ഡിവോഴ്സസ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് പെൺമക്കളുടെ എക്സ്പെക്റ്റേഷൻ, നമ്മൾ ഈ ഒത്തിരി ലാളിച്ചങ്ങോട്ട് വളർത്തിയേച്ച് ഒരു റെസ്പോൺസിബിലിറ്റിയും കൊടുക്കാതെ വളർത്തിയേച്ച് ആൺമക്കൾക്കും പെൺമക്കൾക്കും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വരുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടെ എന്താ ചെയ്യേണ്ടതെന്ന്. അത് നമ്മുടെ തന്നെ കുറവാണ്, നമുക്ക് പഠിപ്പിക്കാൻ അറിയാമേ. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പറയാം, കർത്താവേ തെറ്റിപ്പോയി, പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇവരെ എങ്ങനെ കുടുംബജീവിതത്തിൽ ഇവരുടെ ആത്മാവ് ഒന്നിക്കണം. അപ്പം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പം ചിലരൊക്കെ എന്നെ വിളിച്ചാറുണ്ട്, ആൻറ്റി പ്രാർത്ഥിക്കുമ്പം അവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് ഒന്നിച്ച് നിൽക്കാൻ പ്രാർത്ഥിക്കണം. ഇറ്റ്സ് എ നൈസ് റിക്വസ്റ്റ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മൾ ഈ വിവാഹം പള്ളികളിൽ നടത്തുമ്പോൾ സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നുവെങ്കിലും നമ്മുടെ വിശ്വാസത്തിൽ ദൈവം ക്രിസ്തു നടുക്ക് നിന്നാണ് വിവാഹം നടത്തുന്നത്. ഇറ്റ്സ് എ കവനൻറ്റ്. അത് ഒരു കോൺട്രാക്റ്റ് അല്ല. കവനൻറ്റ് മീൻസ് ഉടമ്പടിയാണ്. ദൈവവും നമ്മളും കൂടെ സമ്മതിക്കുകയാണ്, കർത്താവെ ഞങ്ങൾ ഒന്നിച്ച്, നോ മാറ്റർ വാട്ട്, മരണം വരെ ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചോളാം. ഈ പറയുന്ന സ്ത്രീയും പുരുഷനും അത് സീരിയസ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദൈവം അത് സീരിയസ് ആയിട്ട് എടുക്കും. എന്നാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞ് മക്കളായി റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ അവരുദ്ദേശിച്ച പോലെ ഡ്രീം വേൾഡ് ഉണ്ടാകാത്തപ്പം ഒരാൾ വഴക്ക് തുടങ്ങും, മറ്റേ ആൾ പ്രശ്നമാകും, അവർക്ക് പരിഹരിക്കാൻ വയ്യാതാകുമ്പം. കാരണം ഭാര്യ ഭർത്താവിൽ കൂടെ എല്ലാം നേടണമെന്നും ഭർത്താവ് ഞാൻ പറയാതെ ഇവൾ മനസ്സിലാക്കണമെന്നുള്ള ചിന്ത വരുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു, സ്നേഹബന്ധം ഉലയുന്നു, മക്കൾ പ്രശ്നമായി മാറുന്നു. ഈ മക്കളെ ഈ അബാൻഡൻ ചെയ്യുക, അതായത് ഈ മക്കളെ അബാൻഡൻ ചെയ്യുന്നൊക്കെ അതിൻ്റെ ആഴം നമ്മൾ ഈ മനസ്സിലാക്കുമ്പോഴേ മനസ്സിലാകത്തില്ല. നമുക്ക് ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫാമിലി അരാംകോയിൽ താമസിച്ചിട്ട്, അരാംകോ മീൻസ് ലോകത്തിലേക്കും വലിയ സൗകര്യമുള്ള ഒരു കമ്പനിയാണ്. അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അവരുടെ ഈ പൈസയുണ്ട്, സൗകര്യമുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇവരെ 2 പേരും അരാംകോയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ ചെന്ന്, ന്യൂയോർക്ക് എയർപോർട്ടിൽ ഈ ആൺമക്കളെ, ആൺമകനെയും പെൺമകളെയും അവരവിടെ ഇരുത്തിയേച്ച് അവർ തന്നെ അങ്ങ് 2 പേരും 2 സൈഡിലോട്ട് പോയി. ആ കുഞ്ഞുങ്ങളുടെ യാതന ഇന്നും ആ മകൻ വേദനിക്കുകയാണ്. എൻ്റെ മകൻ്റെ ഫ്രണ്ടാണ്. ഞാൻ പറയുന്നത്, മക്കളെ അങ്ങനെ അബാൻഡൻ ചെയ്യുന്ന ഒരു കാലമാണിപ്പം. എനിക്ക് ഭാരമാണോ നിനക്ക് വേണ്ട, അത് വേറെ എത്രയോ ഫാമിലി മക്കൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആത്മീയ തലത്തിൽ നിന്ന് ഒത്തിരി മാറിയിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ പറയും, അമ്മപ്പന്മാർ പറഞ്ഞ് കേട്ടിട്ട് അമ്മമാർ പറയും, മക്കളെ ഓർത്ത് ഞാൻ ഒന്നിച്ച് നിന്നു, ഈ കുടുംബത്തിൽ നിന്ന് പോയിട്ടില്ല, എത്ര പ്രശ്നം ഉണ്ടായാലും ഞാൻ ഒന്നിച്ച് നിന്നു ഈ ഭവനത്തിൽ. അങ്ങനെയുള്ളവർക്കാണ് ജയം കൊടുക്കുന്നത്. അതായത് ദോസ് ഹൂ ക്യാൻ ഓവർകം ദ ഡിഫിക്കൽട്ടീസ്. പ്രശ്നമില്ലാതെ ഒരു ജീവിതം ഇല്ല. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ നടുക്ക് തീക്കാത്ത് നിന്നുകൊണ്ട് ഞാൻ ജയമെടുക്കുമെന്ന് ഒരാളെങ്കിലും, ഭാര്യയോ ഭർത്താക്കോ ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചാൽ അവിടെ വിടുതൽ വരും. കാരണം ദൈവം ഇറങ്ങി വരും. സ്വർഗവും ഭൂമിയും ഇളക്കിക്കൊണ്ട് ദൈവം ഇറക്കി വരും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഈ യെശയ്യാ 53 മുഴുവൻ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ 53 ഇടയ്ക്ക് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം ശരിയാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അവസാനം ഒരു വാക്യമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 12-ാം വാക്യം, അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും, അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും, അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ടും അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. എന്താണ്? പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കൊടുക്കണം. നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ അവെയർനെസ്സാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്താലും ഞാൻ ഒന്നിച്ച് നിൽക്കുമെന്ന് 2 പേരും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ പ്രാണനെ ആ ആവശ്യത്തിന് വേണ്ടി നീ ഒഴുക്കിക്കൊടുക്കുകയാണ്. പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തെ ഒരു പാനീയ യാഗമായിട്ട് ഞാൻ ഒഴുക്കി തരുന്നു എന്ന്.
ക്രിസ്തു പറയുന്നുണ്ട്, ഇതാ എൻ്റെ രക്തമെടുത്ത് യേശു പറയുകയാണ്. വീഞ്ഞെടുത്തിട്ട് പെസഹായുടെ ദിവസം മൂന്നാമത്തെ വീഞ്ഞെടുത്ത് 1, 2, 3 എടുത്തു കഴിഞ്ഞ് കർത്താവ് പറയുന്നതാണ്, ഇത് എൻ്റെ രക്തമാണ് നിങ്ങൾക്ക് തരുന്നതെന്ന്. അതിൻ്റെ ഫോളോവേഴ്സാണ് പൗലോസൊക്കെ. നമ്മളും ആ കൂട്ടത്തിൽ പെടുന്നില്ല എങ്കിൽ എങ്ങനെ ദൈവരാജ്യം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും? അപ്പോൾ ആത്മീക തലത്തിലെ വിശുദ്ധി, ആത്മീക തലത്തിലെ ദാഹം. ആരോഗ്യ കുടുംബങ്ങളിൽ ഇപ്പം ഡിവോഴ്സ് ചെയ്യുന്നവരോട് ദൈവം പറയുന്നു, അവിടെ നിൽക്ക് നീ അവിടെ നിൽക്ക്. എനിക്ക് നിന്നെക്കുറിച്ച്, നിങ്ങളുടെ ഇനിയുള്ള ഭാവി ജീവിതം ഒത്തിരി അനുഗ്രഹമാണെന്ന് പിശാചിന് അറിയാവുണ്ട്. അത് നിങ്ങളുടെ തലമുറകളെ നശിപ്പിക്കാൻ വേണ്ടി ഛിന്ന ഭിന്നമാക്കുന്ന ദുഷ്ടൻ്റെ ആലോചനയിൽ നിങ്ങൾ വീഴാതെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കടന്നു വന്നിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആരുടെയോ നെഞ്ചിനകത്ത് വേദന അഴിഞ്ഞു പോകുന്നു. അപ്പം കർത്താവ് പറയുന്നത്, നീ ഒരു പാനീയയാഗം. വിവാഹം കഴിക്കുമ്പം എനിക്കെന്ത് കിട്ടും എന്നുള്ള ചിന്ത മാറിയേച്ച് ഞാൻ അങ്ങോട്ട് എന്ത് നന്മ ചെയ്താൽ ഈ ഭവനം നന്നാകും, അവിടെ നിർത്താം. അതായത് ഞാൻ എവിടെ ചെന്ന് താമസിക്കുമ്പോഴും എനിക്ക് നിർബന്ധമാണ് ഗാർഡൻ, അവിടെ ഒരു പൂന്തോട്ടം ഇല്ലെങ്കിൽ എനിക്ക്, അതുകൊണ്ട് എന്നോട് മക്കൾ പറയാം അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ ഞാൻ പോകത്തില്ല. കാരണം എനിക്ക് പൂന്തോട്ടം ഇല്ലെങ്കിൽ എനിക്ക് സങ്കടമാണ്. കുറച്ച് മതിയെങ്കിലും ഉണ്ടായിരിക്കണം എന്ന്. പക്ഷേ എപ്പോഴും വലിയതായിട്ട് തന്നെ എനിക്ക് തന്നിട്ടുണ്ട് ദൈവം. നമ്മളൊരു തരിശ് ഭൂമിയുടെ അടുക്കിലോട്ട് കടന്നു ചെന്നിട്ട് നമ്മുടെ മനസ്സുകൊണ്ടത് കാണും. അവിടെയുള്ള അത് മാറ്റണം, ആ അഴുക്കെടുത്ത് മാറ്റണം, ആ കോൺക്രീറ്റ് എടുത്ത് മാറ്റണം, അവിടെയുള്ള ചപ്പും ചവറും മാറ്റി തൂത്തുകണച്ചൊക്കെ കരിയിലയാക്കണം, അല്ലെങ്കിൽ കരിയിലയിട്ട് കത്തിച്ചിട്ട് ചാരമാക്കണം. പിന്നെ അവിടെ ഇങ്ങപ്പുറത്ത് നമുക്കൊരു വലിയ വൃക്ഷം വെക്കണം, അതിൻ്റെ ഇങ്ങപ്പുറത്ത് കുറച്ച് ചെറിയ ചെടികൾ നടണം. ക്രമേണ 1, 2 വർഷം 3, 4 വർഷം കഴിയുമ്പോഴത്തേക്ക് അതൊരു മനോഹര ഗാർഡനായിട്ട് മാറും. ഇറ്റ് ടേക്സ് ടൈം. അതുപോലെയാണ് മക്കളെ വളർത്തുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധം. നമ്മുടെ ഹൃദയം ഒരു വിശാലമായിട്ടുള്ള ഒരു ഗാർഡനായിട്ട് കണ്ടിട്ട് ഇതിനകത്ത് പാമ്പും തേളും വസിക്കുന്നിടമാകാൻ അനുവദിക്കരുത്. ഇത് ദൈവത്തിൻ്റെ ആലയം. അപ്പം യെശയ്യാ 53 എടുത്തു വായിക്കുവീൻ. 53 ക്രിസ്തു നമുക്ക് വേണ്ടി പാനീയയാഗം, അകൃത്യയാഗം, ഇതൊക്കെ പല പ്രാവശ്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവന് പ്രാണനെ മരണത്തിനൊഴുക്കി. അതിൻ്റെ മേളിൽ പറയുന്നു, അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുന്നു, ദീർഘായുസ് പ്രാപിക്കുന്നു, യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യിൽ. അപ്പം നിൻ്റെ സന്തതികൾ, എൻ്റെ സന്തതി എന്ന് പറയുമ്പോൾ വാഗ്ദത്ത മക്കളാണ്. ഈ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ക്രിസ്തു ചെയ്തത് എനിക്ക് പകരമാണ്. എൻ്റെ അതിക്രമം, ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങളുടെ കുടുംബങ്ങൾ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകാൻ വയ്യാത്ത ഒരു പ്രശ്നവും ഇല്ലെന്നേ. അവിടെ ഉറച്ച് നിൽക്കെ ഒരു വിടുതലുണ്ടാകട്ടെ അവിടെ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത്. അങ്ങനെ തന്നെ ദൈവാത്മാ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 14-ാം അധ്യായം എടുത്ത് വായിക്കണം. യെശയ്യാ, പിശാച് വെട്ടേറ്റ് നിലംപരിശായ അരുണോദയ ശുക്ര, നീ ആണോ? വെട്ടേറ്റ് നിലം പരിശായ അരുണോദയ ശുക്ര, അതായത് ഞാൻ ദൈവത്തെ പോലാകും, ഞാൻ ദൈവം പോലെയാകും, ഞാൻ ദൈവമാകും, ഉത്തരഗിരിയിൽ കയറിയിരുന്ന് ഞാൻ ഭവനം, എൻ്റെ ദൈവത്തെ പോലെ ഞാൻ വീടുണ്ടാക്കും എന്നൊക്കെ ചിന്തിച്ചതേ ഉള്ളൂ, പറഞ്ഞില്ല. അതിനു മുമ്പ് അവനെ വെട്ടേറ്റ് താഴെയിട്ടു. ആ അരുണോദയ ശുക്രൻ, അവൻ ദുഷ്ടപിശാച്, അവൻ വെറും ഒരു ചുള്ളിക്കമ്പാണെന്ന് യെശയ്യാ 14 പറയുന്നു. എന്തിനാ ഇത് വായിക്കുമ്പം? ഇത് ഉറക്കെ വായിക്കും. ഇതൊന്നും ആർക്കും അറിയത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്ക് ദൈവം എൻ്റെ കൂടെ, ഞങ്ങൾ 2-3 പേരൊന്ന് ചെയ്തപ്പോൾ 53 ആദ്യ ദൈവം പറഞ്ഞു, രണ്ടാമത് യെശയ്യാ 14, പിന്നെ 128 സങ്കീർത്തനം. ഇത് 3 വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രശ്നമുള്ള ഒരു കുടുംബത്തിൻ്റെ വിടുതലിന് അത് ഉപയോഗിച്ച് അന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അവിടെ വിടുതൽ കൊടുത്തു. അപ്പം ഇത് അനേക മക്കൾക്ക് പ്രയോജനമാണ്. 14-ാം അധ്യായത്തിൽ നിങ്ങൾ യെശയ്യാ 14 എടുത്ത് വായിക്കണം. യെശയ്യാ 14-നകത്ത് ഇതൊക്കെ യുദ്ധമുറകൾ എടുത്തുപയോഗിച്ച് കണ്ട. 14-ന്റെ 12 ഞാൻ വായിച്ചത് ആദ്യമേ. അരുണോദയപുത്രനായ ശുക്ര, നീ അങ്ങനെ ആകാശത്ത് നിന്ന് വീണു. അത് കഴിഞ്ഞിട്ട് 19-ാം വാക്യം, നിന്നെയോ, പിശാചിനെ കുറിച്ചാണ്, നിന്നെയോ നിന്ദ്യമായൊരു ചുള്ളിയെപ്പോലെയും വാൾ കൊണ്ട് കുത്തേറ്റു മരിച്ച കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിയവരെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടി മതിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞ് കളഞ്ഞിരിക്കുന്നു. നിന്ദ്യമായിട്ടുള്ള ഒരു ചുള്ളിക്കൊമ്പ്, പിശാച് ഒരു ശക്തിയില്ല, അവൻ കുഴിയിലാണ്. നമ്മൾ ആവശ്യമില്ലാതെ ഇതിനെ പേടിച്ചിട്ട് നമ്മുടെ കുടുംബത്തിൽ
ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കുമ്പോൾ ദയവ് ചെയ്ത് ഒരാൾ മിണ്ടാതിരിക്കുക, അല്ലെ അല്പനേരം പുറത്തോട്ട് മാറി നിൽക്കുക. എന്നിട്ട് മനസ്സുകൊണ്ട് തീരുമാനിക്കും, നോ മാറ്റർ വാട്ട്, ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കത്തില്ല. ദൈവമേ ലെറ്റ് യു ബി ദ വിറ്റ്നസ് എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ചാണ് തിരിച്ച് അങ്ങോട്ട് പോയപ്പോൾ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയെങ്കിലും തിരിച്ചു കയറി വരുമ്പോൾ കർത്താവ് കൈക്ക് പിടിച്ച് വരുന്നത്. എത്ര കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നിടത്ത് ഞാൻ പ്രാർത്ഥിച്ചയക്കും, ചെല്ല് അവിടോട്ട് ചെന്ന് നോക്ക്, വിഷയത്തിൻ്റെ മേൽ ശാന്തത വരും. പിന്നെ അവർ വഴക്കുണ്ടാക്കും, പക്ഷെ ഇച്ചിരി കൂടെ കനം കുറയും. ക്രമേണ അവർ തന്നെ മനസ്സിലാക്കി. ചിലരെ എൻ്റെ തന്നെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഡോക്ടറിൻ്റെ അപ്പച്ചൻ വലിയ ദേഷ്യക്കാരൻ, അമ്മ ദേഷ്യം. ഞാൻ ചോദിക്കും, അപ്പച്ചൻ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുമ്പം അമ്മയ്ക്ക് ദേഷ്യം വരത്തില്ലെന്ന്. അപ്പോൾ അമ്മ പറയും, ഓ ഈ പാട്ട് കേട്ടില്ലെങ്കിൽ എനിക്ക് പ്രയാസമാണ്. എങ്ങനെയുണ്ട്? ആദ്യം പറയുന്ന ദേഷ്യം അവരുടെ സ്വഭാവമാണ് മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതൊരു പാട്ടായിട്ട് കയറി. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. എല്ലാവരെയും ശുദ്ധീകരിച്ചിട്ട് രൂപാന്തരപ്പെടുത്തിയിട്ട് ഒരു കുടുംബം നടത്താമെന്ന് വിചാരിച്ചാൽ നമ്മൾ 4 മക്കളെ വളർത്തിയാൽ പോലും 4-5 സ്വഭാവക്കാരാണ്. പിന്നാണോ ഇവരെയൊക്കെ മാറ്റുക എന്ന് പറഞ്ഞല്ലേ, നമ്മൾ മാറുകയാണ് ആവശ്യം. 128 സങ്കീർത്തനത്തിൻ്റെ കൂടെ വായിക്കാൻ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട്, ദൈവത്തെ ഭയം വരണം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന എൻ്റെ ഭർത്താവ് ഭാഗ്യവാൻ, അല്ലെ എൻ്റെ മക്കൾ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവതി. പറ നമ്മുടെ പേര് ചേർത്ത്, എൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. പലർക്കും ഈ അധ്വാന ഫലം കിട്ടാത്ത ഈ പണമാണല്ലോ ഈ കുടുംബജീവിതത്തിലെ ഒരു വൺ ഓഫ് ദ മെയിൻ ക്രൈറ്റീരിയ വഴക്കുണ്ടാക്കുന്നതിന്. കാരണം പണം ഇല്ലാത്തപ്പം നമ്മുടെ പല കാര്യങ്ങളും നടക്കാതാകുമ്പോഴത്തേക്ക് ടെൻഷൻ വരും. ഭർത്താവിന് പേടി, ഭാര്യയ്ക്ക് ഇമോഷണൽ ടെർമോയിൽ, ചിലർക്ക് ഡിപ്രഷൻ വരെ. പിന്നെ ഇത് രണ്ടും കണ്ടു വളരുന്ന കൊച്ചുമങ്ങൾ പേടിച്ചിരിക്കും. ഇതുകൊണ്ട് എവിടെ കുടുംബം? അതൊക്കെ മാറിപ്പോട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. വചനം എടുത്ത് വായിക്കുക. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരി. മനസ്സുകൊണ്ട് കാണ്. ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിനകത്ത്. ഭർത്താവ് അധികാരം ഏറ്റെടുക്കുക. ഭാര്യ പറ, എൻ്റെ ഭർത്താവ് തലയാണ്. പറ അവ കൊണ്ട് പറയുമ്പോൾ പിശാചി കേൾക്കണം. ദുഷ്ടശക്തിക്ക് അറിയാം നമ്മുടെ ഇഗ്നറൻസ്. മൈ പീപ്പിൾ പെറിഷ് ഫോർ ലാക്ക് ഓഫ് നോളജ്. അറിവില്ലായ്മയാൽ എൻ്റെ ജനത നശിച്ചു പോകുന്നെന്നാണ് വേദപുസ്തകം പറയുന്നത്. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. 128 സങ്കീർത്തനം ഞാൻ വായിക്കുന്നു. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ആ യഹോവ ഭക്തി ജീവൻ്റെ ഉറവിടമാണ്. അവിടുന്ന് നമ്മളെ മാറ്റാൻ ദൈവമേ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിൻ്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിൻ്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ. 128 സങ്കീർത്തനം എടുത്ത് വായിക്കുക. ഞാൻ 53 യെശയ്യാവ് 14 യെശയ്യാ 14 അതിൻ്റെ ഒരു പകുതി വിട്ടാണ് ഈ അരുണ വിട്ടേറ്റ് അരുണോദയ ശുക്ര എന്നുള്ളത് ആ ഭാഗം. പിന്നെ 128 സങ്കീർത്തനം. ഇത്തരം ഒരു മാസത്തേക്ക് നിങ്ങളൊന്ന് വായിച്ച് നോക്ക് തന്നെത്താൻ. വേറെ ഒന്നും എടുക്കണ്ട. കുറച്ച് നാളത്തേക്ക് ദൈവം നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തരും. നാഥ, കൃപയുടെ ആധിക്യത്താൽ ശക്തമേറിയ വചനം വാളുപോലെ കടന്നു വരുന്നത് ക്രിയ ചെയ്യും. അത് വായിക്കാനുള്ള ഹൃദയം ഭാര്യ ഭർത്താക്കന്മാർക്കോ അപ്പനമ്മമാർക്കോ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇട്ട് കൊടുക്കണം. മക്കൾ പ്രാർത്ഥിച്ചാൽ പോലും കേൾക്കും. കഴിഞ്ഞ ദിവസം 2 ആൺമക്കളോട് പറഞ്ഞു കൊടുത്തു. അവരുടെ ഭയം മാറുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വേദപുസ്തകം മുഴുവൻ നേരം ഇരുന്ന് വായിക്കുകയായിരുന്നെന്ന് പിന്നെ അവർ വിളിച്ചു പറഞ്ഞു. അല്പം ആശ്വാസം കിട്ടാതെ കുഞ്ഞുങ്ങളെ ഭയപ്പെട്ട് പേടിച്ചിരിക്കുമ്പോൾ നിൻ്റെ വചനം മതി എന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും ആളുകളുണ്ടായിരുന്നെങ്കിൽ എത്രയോ കാര്യങ്ങൾക്ക് വിടുതലുണ്ടാകും കർത്താവേ. ഈ വചനം ഒന്ന് വായിക്കാനോ ഈ വചനത്തിൻ്റെ ശക്തി പറഞ്ഞു കൊടുക്കാനോ ആളുകളില്ലാതെ പോകുന്നു. വേണ്ടാത്ത എന്തെല്ലാം കാര്യങ്ങൾ കണ്ട് മനുഷ്യൻ സമയം കളയുമ്പോൾ ഞങ്ങളെ കുറേ പേരെങ്കിലും നിൻ്റെ ആത്മാവിലേക്ക് ആകർഷിച്ചിട്ട് അവിടുത്തെ വലിയ ശക്തി, വലിയവനായ ദൈവത്തിൻ്റെ മഹത്വത്തെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാനും കുടുംബങ്ങളുടെ സ്ഥിരതയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാനും ദൈവം തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം. എല്ലാ പ്രശ്നങ്ങൾക്കും വേദപുസ്തകത്തിൽ ഉത്തരമുണ്ട്. നാഥന് ഉത്തരങ്ങൾ തക്ക സമയത്ത് തരുമ്പോൾ അത് വാങ്ങിച്ചെടുത്ത് നല്ല വിത്ത് നല്ല സ്ഥലത്തിട്ട് നൂറുമേനിയാക്കാൻ തക്കവണ്ണം വളർത്താനുള്ള ക്രിയേറ്റീവ് എബിലിറ്റി ഇട്ടിരിക്കുന്നത് പൊങ്ങി വരട്ടെ അപ്പച്ച. പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സമൃദ്ധിയുമുണ്ട് കർത്താവേ. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാഥൻ അത് ചെയ്യും. സമയമെടുത്താലും അത് ചെയ്യും. കാരണം ഞങ്ങളുടെ ബലഹീനത കൊണ്ടാണ് താമസിക്കുന്നത്. ഞങ്ങളെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു, കുടുംബത്തെ ഏൽപ്പിക്കുന്നു. പിതാവ് തോട്ടക്കാരനും പുത്രന് മുന്തിരിയും ഞങ്ങൾ വള്ളികളുമായി മാറട്ടെ.
യോഹന്നാന്റെ 15-ാം അധ്യായം അങ്ങനെ സംഭവിപ്പിക്കുന്നു. നാഥൻ അത് ചെയ്തിരിക്കുന്നതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.